അമ്മച്ചി എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും സ്നാക്സ് തരുവോ? ഇന്നെന്താ സ്നാക്സ് വേണ്ടേ? ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഇഷ്ടാ? ആണോ? ഉണ്ണിയപ്പത്തിന് ഉണ്ടാക്കി തരാം. പക്ഷെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഇല്ലല്ലോ. ചട്ടി ഉണ്ടോന്ന് ഉണ്ടാക്കി തരുമോ? ഓ, ഉണ്ടാക്കി തരാം. നമുക്ക് ചട്ടി കാണിച്ചു തരാം ട്ടാ. ഹായ്. അപ്പോ വീട്ടിൽ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനും കുഞ്ഞാമിയും കൂടെ ഉണ്ണിയപ്പച്ചട്ടി മേടിക്കാൻ പോവാം. അപ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ട് ചാറി. അപ്പൊ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി മേടിക്കുന്ന എവിടുന്നാന്ന് കാണിക്കാട്ടോ. ഇത്തിരി കയറ്റം കയറി പോണം. വരുന്നത് ഇത്തിരിയേ ഉള്ളൂ ട്ടാ. പിടി. ചെറിയ വഴിയേ ഉള്ളൂ, പക്ഷെ കയറ്റം കയറുമ്പോഴേക്കും നമ്മൾ അണയ്ക്കും. മഴയൊക്കെ മാറി ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഒരിടത്ത് കയറി ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു. വർത്താനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ മാറി. ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചിട്ട് പോവാം. തരുവാവോ? ഇവിടുന്ന് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി മേടിക്കുന്നതാ. നമ്മുടെ മഞ്ജു ആൻറ്റിയുടെ വീടാണേ, നമ്മുടെ കസിനാ. കുഞ്ഞാമ്മ ഇവിടെ വന്നിട്ട് ഗോഡിപ്പാപ്പയുടെ കൂടെ കളിക്കാൻ. എന്താ കളിക്കണേ? ഇത് നമ്മുടെ ഗോഡിപ്പാപ്പിയാട്ടാ. നമ്മുടെ ആരാ കുഞ്ഞാമ്മി? ആരാ ഗോഡിപ്പാപ്പി? ആന്റി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം തരുമോ? തരാലോ. ആന്റി തരുമോ ഇല്ലെന്ന് സംശയിച്ചാ വന്നേ. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ തരില്ലേ ചോദിച്ചാ? ആന്റി തരുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. പിന്നെ സ്പെഷ്യൽ ഇന്ന് ഉണ്ണിയപ്പം എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എന്തൊക്കെ ചേർക്കുന്നത്? അതറിഞ്ഞൂടാ. അമ്മച്ചിയോട് അത് അമ്മച്ചിയോട് ചോദിക്കണം. ഞാൻ ഉണ്ടാക്കും പോലെയാണോന്ന് അറിയാൻ. നിങ്ങൾ ഉണ്ണിയപ്പത്തിന്റെ പാത്രം മേടിച്ചിട്ട് വാ, ഞാൻ ഉണ്ടാക്കി തരാ പറഞ്ഞു. അതെയോ? എല്ലാരും ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഉണ്ണിയപ്പ പാത്രം മേടിച്ചിട്ട് പോവാം. പോകുന്നതിന് മുമ്പ് ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്, അമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ കാണിക്കാട്ടെ. അമ്മച്ചി അവിടെ അകത്താ. അമ്മച്ചിയെ കണ്ടിട്ട് പോവാട്ടാ. ഇതാണ് നമ്മുടെ അമ്മച്ചി, അച്ചാച്ചന്റെ അമ്മ. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട് അമ്മച്ചിയെ? 99 വയസ്സുണ്ട്. 99 വയസ്സുണ്ട്. പിന്നെ അമ്മച്ചിയുടെ പേര് ത്രേസ്യാമ്മ. എല്ലാരും അമ്മച്ചിക്ക് എത്ര മക്കളുണ്ടെന്നൊക്കെ പറ. 8 പേരുണ്ടായിരുന്നു. 7 പേരും പോയി. ഞാൻ മാത്രം ഒറ്റയ്ക്കിരിക്കുകയാണ്. അമ്മച്ചിയുടെ മക്കൾ ആരൊക്കെ എത്ര പേരുണ്ടെന്ന് പറ. എനിക്കൊരു കാര്യം പറയാം. മക്കളെ എല്ലാരും ഉണ്ട്. ഒരാൾ മാത്രം പോയി. മൂത്ത മോൻ മാത്രം മരിച്ചുപോയി. ബാക്കി 7 മക്കളുണ്ട്. മൂത്ത മോനാണ് എൻ്റെ അച്ചാച്ചൻ. മൂന്ന് പെണ്ണും അതിലൊരു മോൻ മരിച്ചുപോയി. ഏറ്റവും മൂത്ത മോൻ മരിച്ചുപോയി. 65 വയസ്സായപ്പോ മരിച്ചു. അച്ചാച്ചൻ ഉണ്ണിയപ്പച്ചട്ടി മേടിക്കാൻ വന്ന അമ്മച്ചിയെ. മേടിച്ചോ? ഉണ്ണിയപ്പം ഉണ്ടാക്കേ. മഞ്ജുവാനോട് ചോദിച്ചപ്പോ പറഞ്ഞു അമ്മച്ചിയോട് ചോദിക്കണെന്ന്. അച്ഛോ, അമ്മച്ചിയോടെ ചോദിക്കണെന്ന്. ചുമ്മാ പറയാ. ഉണ്ണിയപ്പച്ചട്ടി അമ്മച്ചിയുടെ ആന്ന്. ഈ അച്ഛന് തലക്കിട്ടിരിക്കണം. പഴയ ചട്ടിയല്ലേ? പഴയ ചട്ടിയല്ലേ? പഴയ ഉണ്ണിയപ്പച്ചട്ടിയല്ലേ? ഉണ്ണിയപ്പൊക്കെ കൊണ്ടുപോയി ഉണ്ടാക്കേ. ഉണ്ടാക്കിയിട്ട് നന്നായെങ്കിൽ കൊടുത്തു വിടാം. ടേസ്റ്റ് നോക്കാം. കൊടുത്തു വിടാം. എന്തൊക്കെയാ ഉണ്ടാക്കണം അറിയില്ല അമ്മച്ചി. അത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടില്ല, പൊട്ടിച്ചിട്ടില്ല സംഭവം. വീഡിയോയിലൂടെ പൊട്ടിക്കുള്ളൂ അല്ലേ? ശരി. പഞ്ചുവാൻ്റെ ഉണ്ടപ്പം ഉണ്ടാക്കാൻ മിടിക്കല്ലേ? ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പിടിക്കുക. നെയ്യപ്പൊക്കെ ഉണ്ടാക്കും. അരിമുളക് എല്ലാം ഉണ്ടാക്കും. അച്ചപ്പം, വെള്ളപ്പം, ഉണ്ണിയപ്പം, വട്ടയപ്പം. അമ്മച്ചിയുടെ മരുമക്കളിൽ ഏത് മരുമകളാ നന്നായിട്ട് ഉണ്ടാക്കുന്നേ? എല്ലാരും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും നല്ല കുക്കുകളാണ്. പഞ്ചുവാൻ്റെ മാത്രമാണ് ഇത്തിരി ബാക്കില്. എല്ലാരും ഉണ്ടാക്കും. എന്തുവാ റോണുമോൻ എന്ത് ഉണ്ണിയപ്പം കഴിക്കണ്ടേ കുഞ്ഞാമ്മ നിനക്ക്? ഉണ്ണിയപ്പം ആകുമ്പോഴേക്കും വയറൊക്കെ കാര്യമാവും പറയാം. പിന്നെ വെഞ്ഞിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ പായസം കിട്ടി. മിഠായി കിട്ടിയില്ലേ? മുട്ടായി തന്നില്ലേ? മിഠായി കിട്ടി. ഓടി കള്ളിപ്പണ്ണ.
കാലത്ത് നീ തിന്നത് ഓർക്കുന്നില്ലേ ഞാൻ? എന്നിട്ട് വാടി അയ്യോ വാ നീ കൊടുക്കടി ഉമ്മ. കുഞ്ഞമ്മയുടെ ഹെർബാൻഡ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. കേട്ടോ കുഞ്ഞാമി സേഫായിട്ട് വന്ന കൊട ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. കൊടയെടുക്ക് പോവാം. അപ്പോൾ അതാ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി കിട്ടിയിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടിയായിട്ട് നമുക്ക് പോയി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്, ഇതിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി മേടിക്കാൻ വന്നത് നമുക്ക് അബദ്ധം പറ്റി. നമുക്കൊക്കെ ഉണ്ണിയപ്പം കൊടുക്കണമെന്ന്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കുഞ്ഞാമിടെ കൊടുത്തു വിടാട്ടാ. ശരി, ഓക്കെ. പാപ്പി ബൈ. അമ്മച്ചി ബൈ. അപ്പോൾ ദാ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ മേടിച്ചു കൂട്ടാ. നമ്മളപ്പോൾ പോവുക വീട്ടിലേക്ക്. നമ്മുടെ തൊട്ടടുത്താ എൻ്റെ അച്ചാച്ചൻ്റെ അമ്മച്ചിയാണത്, അച്ചാച്ചൻ്റെ അമ്മ. പിന്നെ അത് അച്ചാച്ചൻ്റെ അനിയൻ്റെ വൈഫ്. ഞങ്ങൾ ആൻറ്റീന്നാണ് വിളിക്കുക, മഞ്ജു ആൻറ്റി. നമ്മൾ ഉണ്ണിയപ്പം വേണം. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഉണ്ണിയപ്പം മേടിക്കാൻ ഉണ്ടാക്കാൻ ചട്ടിയില്ല. അപ്പൊ കുഞ്ഞാമ്മയും അമ്മയും കൂടെ പോയി ചട്ടിയൊക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടെ ഉണ്ണിയപ്പത്തിന് കുഴച്ചു വെച്ചു. ഇനിയപ്പം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. ഇൻഗ്രീഡിയൻസ് അല്ല, പക്ക മലയാളം പറഞ്ഞാൽ മതി. ഇവിടെ മറ്റേ റവയും അരിപ്പൊടിയും കൂടെയാണ്. അത് ശർക്കര നീരില്, വെല്ലം ഉരുക്കിയിട്ട് അതിന്റെ നീരില് കുഴച്ചു. അത് പിന്നെ ഇത് കണ്ട ഇതുണ്ട് മറ്റേ തേങ്ങാക്കൊത്ത്. അത് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ടു. ഏലക്കായ പൊടിച്ചിട്ടു. പിന്നെ ഇപ്പൊ മറ്റേ അരിപ്പൊടിയും മറ്റേ റവയും കൂടെ നമ്മള് ചക്കര നീരില് കുഴയ്ക്കണം. ചക്കര നീരില് കുഴച്ചിട്ട് മറ്റേ തേങ്ങ കൊത്തി നെയ്യില് വറുത്തിട്ടു. നെയ്യില് പിന്നെ ഏലക്കായ അതിൽ പൊടിച്ചിട്ടു. നീ അത് നിറച്ചിട്ടോ? എന്തിനാ പേടിക്കണേ? പേടി എന്തിനാ? അങ്ങനെ പെർഫെക്റ്റ് അതും അങ്ങനെ ഷേപ്പൊക്കെ ആയിക്കോളൂ. അത്രേ ഉള്ളു. എന്നിട്ട് പിന്നെ ഒരു 5 മണിക്കൂറെങ്കിലും കുഴച്ച് വെക്കണം. ഇനി അടുത്ത കൊച്ചിന് തരാം കേട്ടാ. 5 മണിക്കൂറെങ്കിലും കുഴച്ച് വെച്ചാലാണ് അത് ഒന്ന് പൊതു അത് ഞാൻ അവൾക്ക് കൊടുക്കടി. ഞാൻ അവൾക്ക് കൊടുക്ക. അല്ല, അടുത്ത് ഫുള്ളായിട്ട് കൊച്ചു കൊടുത്തോട്ടാ. അടുത്ത ഇപ്പൊ ഒരു ഭാഗം ഇതായി. അപ്പൊ ആ ഒരു ഭാഗം ഞാൻ മറ്റേതിങ്ങനെ ഓരോന്ന് മറിച്ചിടാം. എത്ര മിനിറ്റ് വേണം ഒരു ഭാഗം? അതിപ്പോ ഇങ്ങനെ കുത്തുമ്പോ നമുക്കറിയാം. ഏകദേശം ഏകദേശം ഒരു 2 മിനിറ്റ്. മറിച്ചിട് വേണ്ട. ഓരോ ഭാഗത്തും ഒഴിച്ച് വരുമ്പോഴേക്കും അടുത്ത ഭാഗം. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ഒരു ഭാഗം മൂത്തപ്പ അത് മറിച്ചിട്ടു. അപ്പൊ മറിച്ചിട്ട് മൂത്ത ഭാഗമാണ് ഈ കാണുന്നത്. ഇനിയിപ്പോ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ഇതിനെ കോരി എടുക്കാം കേട്ടോ. കോരി എടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്തതിനെ കോരി ഇടാം. ഓട്ടിയുള്ള തവി. അപ്പൊ ഗായ്സ്, ഞങ്ങളിത് ഇവിടെ ഇതിനകത്ത് എടുക്കുകയാണ്. കണ്ടോ? അല്ല, കൊണ്ടുപോ. അപ്പൊ ഗായ്സ്, നമ്മൾ രണ്ടാളെ ഏൽപ്പിച്ചിട്ട് അമ്മച്ചി പോയോ? ഇതാണ് പെർഫെക്റ്റ് ഗൈസ്. ആണോ? പറയാൻ പറ്റില്ല, ചെറുതായി പോയില്ലേ. കുറച്ചും കൂടെ മാവ് ഒഴിക്കണം അല്ലേ? ചെറുതായി, ചെറിയ ഉണ്ണിയപ്പമാണ് നല്ലത് ഗൈസ്. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മൊത്തം മറിച്ചിട്ടെല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇത്ര ഉണ്ടാക്കണം. പിന്നെ അമ്മ അവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ അവളവിടെ എന്തൊക്കെയോ കാണിക്കുകയാണ്. അമ്മച്ചി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നെ ഏൽപ്പിച്ചിട്ട്. നമുക്ക് റെഡിയാക്കാം. അവിടെ എന്തൊക്കെയോ കാണിക്കണം. ഞാൻ പഠിച്ചല്ല. ചായ കുടിക്കണം, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുടിക്കാം. ഇപ്പൊ സമയം 4:45 ചായയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിവിടെ കിടക്കട്ടെ, നമുക്ക് ചായ പോയി കുടിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. നമ്മുടെ ഉണ്ണിയപ്പം ചായയും കുടിച്ചാലോ? കുഞ്ഞാമ്മക്ക് പിന്നെ ചായ വേണ്ട അല്ലേ? ഇതാ അടിപൊളി. സൂപ്പർ. ചായ കുടിക്കട്ടെ അല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ്. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ എവിടെ മുംബൈക്കില്